ഹീറോയിൻ അവളുടെ ലവറിന്റെ കൂടെ കോഫി ഷോപ്പിൽ ഇരിക്കുന്നു. അപ്പോൾ ഒരു ഗൈഡ് ഡോഗ്, അതായത് കണ്ണു കാണാത്തവർക്കായി ട്രെയിൻ ചെയ്യുന്ന ഒരു ഗൈഡ് ഡോഗ് പെട്ടെന്ന് ഹീറോയിനെ കണ്ടപ്പോൾ ഒരുപാട് വർഷമായിട്ട് ബന്ധമുള്ള പോലെ അവളുടെ അടുത്ത് സ്നേഹം കാണിക്കുന്നു. അടുത്ത ദിവസം ഹീറോയിൻ ഒരു ആക്സിഡന്റ് അവളുടെ കാഴ്ച നഷ്ടപ്പെടുന്നു. കുറച്ച് നാൾ ശരിയാക്കുമെന്ന് ഡോക്ടർ പറഞ്ഞു. പക്ഷേ ആ കുറച്ച് ദിവസം പോലും അവളെ നോക്കാൻ കഴിയാതെ അവളുടെ ലവർ അവളെ ഉപേക്ഷിക്കുന്നു. അപ്പോൾ ഡോക്ടറും പറഞ്ഞു നിനക്ക് ഇനി ഒരിക്കലും കാഴ്ച വരില്ലെന്ന്. അതേസമയം നമ്മുടെ ഗൈഡ് ഡോഗും തൻ്റെ ട്രെയിനിങ് ഒക്കെ കഴിഞ്ഞ് വളർന്ന് വലുതാകും. അപ്പോൾ ഹീറോയിൻ അവളുടെ ജീവിതം തന്നെ നഷ്ടപ്പെട്ടെന്ന് കരുതി പുറത്തൊന്നും പോകാതെ വീടിനകത്ത് തന്നെ ഇരിക്കാൻ തുടങ്ങി. ഇതൊന്നും ഇഷ്ടപ്പെടാതെ അവളുടെ ഫ്രണ്ട് മാത്യു വന്ന് നടന്നത് ആർക്കും മാറ്റാൻ കഴിയില്ല, പിന്നെ നീ ഇതുപോലെ ഇരുന്നാലും ഒന്നും മാറാൻ പോകുന്നില്ല എന്നും പറഞ്ഞ് അവളെ നിർബന്ധിപ്പിച്ച് ബ്ലൈൻഡ് ലാംഗ്വേജ് പഠിപ്പിക്കുന്നു. എന്നിട്ട് ഒറ്റയ്ക്ക് റോഡിൽ നടക്കാനൊക്കെ വെച്ച് അവളുടെ നഷ്ടപ്പെട്ട കോൺഫിഡൻസ് തിരിച്ചു കൊണ്ടുവരുന്നു. അപ്പോഴാണ് മാത്യു അവളെ കുറച്ച് വർഷമായിട്ട് വൺ സൈഡായിട്ട് സ്നേഹിക്കുന്ന കാര്യം അവൾ അറിയുന്നത്. അപ്പോൾ ഹീറോയിനെ കണ്ട ഗൈഡ് വീണ്ടും അവളുടെ അടുത്ത് പോകുന്നു. അപ്പോൾ അതിൻ്റെ സ്നേഹം ആരും മനസ്സിലാക്കാതെ നായ ഭക്ഷണമൊന്നും കഴിക്കാതെ കിടന്നു. പെട്ടെന്ന് ഹീറോയിൻ്റെ പേര് കേട്ടപ്പോൾ അത് തിരിഞ്ഞു നോക്കി. അതിൻ്റെ മനസ്സിലാക്കി അവർ അവസാനം ഹീറോയിന് തന്നെ നായയെ കൊടുക്കുന്നു. കാഴ്ച നഷ്ടപ്പെട്ട വിഷമത്തിലായിരുന്ന ഹീറോയിൻ കാഴ്ചയില്ലെങ്കിൽ എന്താ, ഇവർ രണ്ടുപേരുടെയും ആത്മാർത്ഥ സ്നേഹം കിട്ടിയല്ലോ, അത് മതിയെന്ന് സന്തോഷിക്കുന്നു.